കുറച്ച് തിരക്കിലേനു, പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. എന്താന്ന് വിളിച്ചോടെ ഇങ്ങോട്ടേക്ക്? പണി കഴിഞ്ഞിട്ടില്ല, അതാ വിളിക്കാഞ്ഞത്. പിന്നെ എപ്പോഴും ഞാൻ അങ്ങോട്ടേക്കല്ലേ വിളിക്കുന്നത്. എന്താണ്? ഏട്ടനെന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, ഏട്ടൻ തോന്നിയായിരിക്കും. പറയാന്ന് എനിക്ക് തോന്നിയോണ്ടാ ഞാൻ ചോദിച്ചു എന്നോട്. അങ്ങനെയൊന്നും ഇല്ല. എങ്ങനെയൊന്നുമില്ല? പ്രശ്നമൊന്നും ഇല്ലാന്ന്. എന്നാ പറഞ്ഞാ പറ. ഒന്ന് പുറത്തു പോയിനേനു, എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എവിടെ പോയതാ? കുറച്ച് സാധനം വാങ്ങിക്കാൻ പോയതാ ടൗണില്. വാങ്ങിച്ചാ എന്നിട്ട്? പിന്നെന്താ? പിന്നെ ഭാവേച്ചി വിളിച്ചിന്. എന്തേ വിശേഷം? ഓറെ മോള് പ്രസവിച്ചില്ലേനോ? അതെയോ? ആ, എനിക്കറിയില്ല. അറിയണ്ട, പാല് കുടിക്കാന്ന്. അതിന് വിളിച്ച. നീ പോണ്ട എന്നിട്ട്? പിന്നെ പോണ്ടേ? എന്നാ അമ്മേനെ കൂട്ടിട്ട് പോക്കോ. നമുക്ക് കയ്യല്ല പറഞ്ഞു. എപ്പോഴാ? നാളെ. അതിനാന്ന് ടൗണിൽ പോയി ഡ്രസ് എടുത്ത എന്നിട്ട് എടുത്തിനാ? എടുത്തിന്. പിന്നെന്താ ഒരു മൂഡ് ഓഫ് പോലെ? അല്ല, എനക്കല്ലെങ്കിൽ ഇത് തന്നെയല്ലേ, ആരെങ്കിലും പാല് കൊടുക്കുക പോവോ, അതിനേ യോഗമുള്ളൂ. സ്വന്തമായിട്ട് അനുഭവിക്കാനുള്ള യോഗമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എടാ അതിപ്പോ നമ്മൾ അങ്ങനെ അറിഞ്ഞോണ്ട് തോന്നിയിട്ടില്ലേ? അങ്ങനെയല്ല, അനക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ അറിഞ്ഞോണ്ടിപ്പോ ഏട്ടന് തോന്നൂല. അല്ലാലോ. ഏട്ടൻ അറിയൂ, കാണണ്ടാലോ മുഖാമുഖം. ഇതിപ്പോ കാണോ എല്ലാരും ചോദിക്കലും ചെയ്യുന്ന എൻ്റെ അടുത്തല്ലേ. ചോദിക്കുന്നതും കാണുന്നില്ലല്ലോ. ആഗ്രഹം എനക്കും ഉണ്ട്, പക്ഷെ ഏട്ടന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നടക്കുകയില്ല. നീ അതല്ലേ സത്യം. കുറ്റപ്പെടുത്തുക. അല്ല ഏട്ടാ, എൻ്റെ ഒരു ഫീലിങ്സും കൂടി മനസ്സിലാക്ക്. ഞാൻ എത്ര കാലം അപ്പൊ നീ ഇങ്ങനെ നിൽക്കേണ്ടത്? എനിക്ക് ഫീലിങ്സ് ഇല്ലെന്നാണ് നീ പറയുന്നത്? അല്ല, എന്നെ കൂടി ഒന്ന് മനസ്സിലാക്കാനാ ഞാൻ പറയുന്നത്. എത്ര കാലം വെച്ചിട്ട് ഞാൻ ഈ വീട്ടിലിങ്ങനെ നിൽക്കുക, നിങ്ങളെ അമ്മേനെയും നോക്കിയിട്ട്. എനക്ക് എന്ന് പറയാൻ എൻ്റെ എന്ന് പറയുന്ന ആരെങ്കിലും വേണ്ടേ? നിങ്ങൾ ഗൾഫിൽ, എനക്കാണെങ്കിൽ ഇവിടെ ആരുമില്ല. ഞാനെന്താ ചെയ്യണ്ടേ? എടാ ഞാൻ ഇതിപ്പോ എന്താ പറയാ, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്യുന്നില്ലല്ലോ, കൊണ്ട് ഏട്ടൻ തന്നെ പറ്റാത്തോണ്ടാ. ഇതിനൊരു പോംവഴിയും കൂടി കാണും. അല്ല, എനക്കെന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടി വരും. അന്ന് കാണിച്ചത് നിന്നോടും കൂടിയല്ലേ അവരെല്ലാരും പറഞ്ഞേ. മറ്റേ ഇതിപ്പോ എനക്കാ പ്രശ്നമെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും സൊല്യൂഷൻ കാണും. ഇതിപ്പോ ഏട്ടനായോണ്ട് ഏട്ടൻ തന്നെ അതിന്റെ സൊല്യൂഷൻ കാണണം, അല്ലാണ്ട് എനക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂല. ഞാൻ വേറെ എന്ത് സൊല്യൂഷൻ കാണാനാ ഇതിലിപ്പോ? ഏട്ടാ, ദേഷ്യം വെച്ച് സംസാരിക്കുന്നയാന്ന് വിചാരിക്കാറാട്ടാ. സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. നാളെ എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. കാരണം ഞാൻ പോയ എല്ലാവരും വായിന്ന് ഞാൻ കേൾക്കേണ്ടി വരും. അവരെല്ലാം എന്തിനാ നമ്മളെ കാര്യത്തിൽ ഇടപെടുന്നു? അവരവരെ കാര്യം നോക്കി പൊതുവായിട്ട് ജയിച്ചാ പോരെ. അങ്ങനെയാണല്ലോ എല്ലാവരും. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ വായിന്ന് എന്തെങ്ങനെയാണല്ലോ മൂടിക്കെട്ടാൻ പറ്റൂല. ഇപ്പോ ഓരോരുത്തരെ കൊണ്ട് ഇപ്പൊ ഞാനെന്താ ചെയ്യണ്ടെന്നാ? നമുക്ക് ഈ കാര്യം വേറൊരാളോട് കൂടി സംസാരിച്ചു നോക്കിയാലോ? ആരോട് സംസാരിക്കാനാ നീ പറഞ്ഞു വരുന്നത്? മറ്റേ ചെക്കൻ്റെ അടുത്ത്.
അതിൻ്റെ ആവശ്യം എന്താ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ചോദിക്കുന്നത്. അതായത് എന്നെ കൊണ്ട് പറ്റാത്തത് അവനെ കൊണ്ട് പറ്റും എന്ന് നീക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അവൻ്റെതാണേ അവൻ്റെത്. അവൻ്റെത് എന്നല്ല, എനിക്ക് എൻ്റെത്. ഞാനാ പ്രസവിക്കുന്നത്. അപ്പൊ എൻ്റെ കുട്ടിയാ. എന്തായാലും അതിൻ്റെ ഓണർ ഞാനല്ലല്ലോ. അല്ല, എന്നാ ഏട്ടനും കൂടി വാ. എന്തായാലും ഏട്ടൻ വീഡിയോ കോൾ ചെയ്യലുണ്ട്. എന്തിനാ? കണ്ടിരിക്കാന്? കണ്ടിരിക്കാനാ നീ പറ? അങ്ങനെയല്ല ഏട്ടാ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. ഞാൻ എൻ്റെ പൊന്നുമോളെ, ഞാൻ എന്നാ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്? എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നീ പറ്റുന്ന ഒരാളെ നീ ആയിട്ട് കണ്ടുപിടിച്ചു. എനിക്കിനി അതിനുള്ള പെർമിഷനും കൂടി ഞാൻ തരണം. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനും കൂടെ വന്ന് എന്തെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അത് നീ ഹാപ്പിയായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഞാനും ചില പെർമിഷൻസ് തന്നതും അതാണ്. ഇനി ഇതിനും കൂടി പെർമിഷൻ തന്ന പിന്നെ നമ്മുടെ ഈ ലൈഫിൽ എൻ്റെ ആവശ്യമില്ലല്ലോ. ഏട്ടാ, അത് അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് തന്നെന്ന് വെച്ചിട്ട് എൻ്റെ ജീവിതം എവിടെ എത്തിയിട്ടില്ല. ഞാനെന്താ ഡെയിലി പോകുന്നുണ്ടോ? ഒരാഴ്ചയിലൊരു 2-3 പ്രാവശ്യം പോകുന്നുണ്ട്. എന്നാലും എനിക്ക് എൻ്റെത് എന്ന് പറയുന്ന ഒരാൾ നാളേക്ക് വേണ്ടേ? അല്ല, ഞാൻ വീട്ടിലുണ്ടെങ്കിൽ, ഞാനിപ്പം നാട്ടിലുണ്ട്, വീട്ടിലുണ്ട്, എൻ്റെ ഒപ്പരം ഉണ്ടെങ്കിൽ എന്നും നമ്മൾ ചെയ്യോ? ഇല്ലാലോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് നാളേക്ക് ഒരു തലമുറ വേണമെന്നാ ഞാൻ പറഞ്ഞത്. അത് അതിനിപ്പോ ഏട്ടനെ കൊണ്ട് എനിക്ക് പറ്റൂലല്ലോ. ഇല്ല. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. ഇത്രയും എൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ചെയ്തിരുന്ന ഏട്ടനല്ലേ. അപ്പൊ പിന്നെ ഇതുകൂടി ഒന്ന് നമുക്ക് രണ്ടാൾക്കും വേണ്ടിയിട്ടല്ലേ. അതിന് വേറെയും വഴിയുണ്ടല്ലോ. ലാസ്റ്റത്തെ ഒരു ചാൻസും കൂടി ഉണ്ട്. ആ വഴിയെല്ലാം നോക്കിയതാ നമ്മള്. പിന്നെ ഇനി നോക്കാനുള്ളത് അത് കുറച്ച് റിസ്ക് പിടിച്ചതെന്നെല്ലാരും പറഞ്ഞു. എല്ലാവർക്കും അതല്ലാണ്ട് അറിയുന്നതാണ്. ഓക്കെ, വെറുതെ എന്തിനാ അതല്ലെങ്കിൽ വേറെ ഉണ്ടല്ലോ. പറഞ്ഞുകൊണ്ട്. അതിന് എനിക്ക് താല്പര്യമില്ല. എൻ്റെതും അല്ല ഏട്ടൻ്റെതും നിനക്ക് അല്ലാത്തതൊന്നും എനിക്ക് വേണ്ട. നിനക്ക് താല്പര്യമില്ലാത്തല്ല ഞാൻ അംഗീകരിച്ചായിരുന്നു. അപ്പൊ എനിക്ക് താല്പര്യമില്ലാത്തല്ലോ. അല്ല, എൻ്റെതും അല്ല ഏട്ടൻ്റെതും അല്ല. അങ്ങനെ ഒരാൾ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അപ്പൊ വേണ്ട നോക്കണം. എൻ്റെത്. എനിക്കറിയില്ല, ഞാനതാ ഇതിനെപ്പറ്റി ഇത്ര കാലമായിട്ട് സംസാരിക്കാൻ. അപ്പൊ വേണ്ടാന്ന് വെക്കണോ? അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ പറ്റൂല. നമുക്ക് അങ്ങനെ പറ്റണമെങ്കിൽ ഏട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്ന നാട്ടില് പറ്റുമോ? പറ്റും. ഞാൻ എല്ലാം വിട്ടിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നോളൂ. എനിക്ക് കാരണം ഒരു യോഗ്യതയും ഇല്ലാത്ത അന്ന നാളെ അത് അങ്ങനെ വിളിക്കണ്ട. വേറൊരാളെ എന്നെ അങ്ങനെ വിളിക്കണ്ട. അവിടെ ഞാനെന്താ? എനിക്കെന്ത് റോളാണുള്ള ഇതില്? നീ പറഞ്ഞല്ലോ മൂന്നാക്കും എല്ലാം നമുക്ക് നോക്കിയും കണ്ടും നിൽക്കാന്നല്ലോ. ഞാനെന്താ കാണിയാണോ അവിടെ? ഏട്ടന്റെ സാമീപ്യം അവിടെ വേണമെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞതാ. ഇപ്പോ അല്ലാണ്ട് ഏട്ടനെ ഒരു കാണിയാക്കാൻ നിൽക്കുന്നതല്ല. അങ്ങനെയല്ല. ഞാൻ ഒരു കാര്യം പറയും. ഇപ്പം ഒരു സാമീപ്യം വേണ്ട. അതിനെ പറ്റിയുള്ള ചിന്ത കളഞ്ഞേക്ക്. എനിക്ക് താല്പര്യമില്ല. എൻ്റെ അടുക്കുന്ന് ഒരു സമ്മതം കിട്ടിയിട്ട് എന്തായാലും നടക്കൂല. വേണ്ട, ആവശ്യമില്ല. നമുക്ക് സുഖമായി ജീവിക്കാനുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പൈസയുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു എന്തുണ്ടെങ്കിലും ഇതിനപ്പുറം അതിൻ്റെ എന്താ? അത്ര വരൂല.
ഇതിൽ കൂടുതൽ പറയാൻ നമുക്കറിയില്ല. ഏട്ടനെ ദേഷ്യം പിടിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു, അത്രയേ ഉള്ളൂ. നിന്റെ ആഗ്രഹം മാത്രമായത്, അത് നീ ആദ്യം മനസ്സിലാക്കട്ടോ. നിന്റെ ആഗ്രഹം മാത്രമായത്, ഇതിൽ എൻ്റെ ആഗ്രഹമില്ല. എൻ്റെ ആഗ്രഹം നീയും കാണുന്നില്ല, ആരും കാണുന്നില്ല. അപ്പൊ ഏട്ടന് ഒരാഗ്രഹവും ഇല്ലേ? എനിക്ക് ആഗ്രഹമുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, വേറെ ഒരു ലാസ്റ്റ് ചാൻസ് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ എനിക്കത് പറ്റത്തില്ല. അതെന്തുകൊണ്ടാണെന്നുള്ള എനിക്ക് ഇപ്പം ഏകദേശം ഒരു ഐഡിയ വന്ന് തുടങ്ങി. പക്ഷെ എന്തുകൊണ്ട്? ദയവേത് അതെന്നെ പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്, ദയവേത്. കാരണം ആ ഒരു ഇതിൽ കണ്ണിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കങ്ങനെ കാണാൻ ഇഷ്ടമില്ല. ഏട്ടൻ എന്നാ വിചാരിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നും വിചാരിക്കുന്നില്ല. നീ അത് വിട്, മാറ്റർ വിട് പ്ലീസ്. ഞാൻ നാട്ടിലേക്ക് വന്നോളൂ. ഞാൻ അടുത്തുണ്ടായ പോരെ, വേറെ പ്രശ്നമില്ലല്ലോ. വേറൊരു കുഴപ്പമില്ല. എന്നാലും